കേന്ദ്ര സർക്കാരിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ യഥാവിധി കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ അടിസ്ഥാന മേഖലകളിൽ ഉൾപ്പെടെ ഓരോ ജനതയുടെയും മുമ്പിൽ ഉൾപ്പെടെ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം. നരേന്ദ്രമോദിക്ക് പ്രതിനിധിയായിട്ടാണ് സി രഘുനാഥ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഈ രാജ്യത്തെ തകർത്തു. കണ്ണൂരിൻ്റെ MP ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഒന്നും ചെലവഴിച്ചില്ല, ഒരു കാര്യവും ചെയ്തില്ല. നേരത്തെ LDFന്റെ പ്രതി സൂചിപ്പിച്ചല്ലോ, ഇത് 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാറപ്പുറത്തുണ്ടായ കാലം മുതൽ പറയുന്ന അതേ വാക്കുകൾ ഇത്രയും 80 കൊല്ലത്തിന് ശേഷവും 90 കൊല്ലത്തിന് ശേഷം ആവർത്തിക്കുന്നത് മാത്രം. ഈ തെരഞ്ഞെടുപ്പ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ, ഇത് മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. കാരണം CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, CPMന്റെ നേതാവ്, മുൻ മന്ത്രി AK ബാലൻ പറഞ്ഞെന്താ, അരിവാൾ ചുറ്റിക നക്ഷത്രം തെരഞ്ഞെടുപ്പ്, അടുത്ത തെരഞ്ഞെടുപ്പ് ചിഹ്നം കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രവർത്തിച്ചേ മതിയാവും. ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നത് ഈനാമ്പേച്ചിയായിരിക്കും, മരപ്പട്ടിയായിരിക്കും, തലശ്ശേരിയിൽ പോയാൽ എസ് കത്തിയായിരിക്കും, വടകര ഒഞ്ചിയത്ത് പോയാൽ 51 അക്കമായിരിക്കും, ഇതിങ്ങനെയുള്ള കൊടുവാളായിരിക്കും. ഇതായിരിക്കും എന്ന് പറഞ്ഞാൽ അഭിലാഷേ, 2024 അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ അവസാനത്തെ പ്രത്യക്ഷപ്പെടലാണ്. ഇതിനുശേഷം ഈ ചിഹ്നം ഇവിടെ കാണില്ല. സി രഘുനാഥ് വിഭീഷണനെ കേട്ടിട്ടില്ല അഭിലാഷേ? ആ റോളാണ് സി രഘുനാഥ് ഇപ്പം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അധർമ്മത്തിനെതിരെ അതിനെതിരെ മാറി നിന്നുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന ആരാണ്? രാവണന്റെ കൂടെ നിന്ന ആളുകൾ അവർ ഇപ്പോ ശ്രീരാമന്റെ പക്ഷത്തേക്ക് വന്നിരിക്കുന്നു.